it's me Dana. Welcome to my another video. This is Leon. Say hi. 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 Casey always behind the camera. I'm edited shooting. അപ്പം ഗൈസ് നമ്മൾ ഇന്ന് രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നേക്കുന്നത് ഓൾമോസ്റ്റ് 11 മണിയായി. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്. അപ്പം കപ്പയല്ല ചീനി, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കപ്പയെന്ന് പറയാറില്ല, ചീനി കുഴച്ചതും ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സമയം എടുക്കും, എന്നാലും ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ പോകരുത് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റത്തില്ല ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട്. കാരണം എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ യൂട്യൂബിൽ. സോ ബി എ പാർട്ട് ഓഫ് അവർ ഫാമിലി. അപ്പം നമ്മൾ ഈ ചീനി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് പിന്നെ അത് ചെറിയ പീസായിട്ട് അരിയണം. ഇപ്പം നമ്മൾ പൊളിച്ചെടുക്കുക. കൈ മുറിക്കല്ലടാ. ഇങ്ങനെടാ, ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ പതുക്കെ അരിയണേ, കൈ മുറിയരുതേ ഗൈസ്. അപ്പം ഞാൻ ലിയോണിനെ ചെറുതായിട്ടൊന്ന് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. എനിക്കും അറിയത്തില്ല, എനിക്കറിയാവുന്നതുപോലെ അവനെ ഞാൻ പഠിപ്പിച്ച് കൊടുക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് ഈ ചെറുതാക്കുന്നതോ? എടാ അത് ഭയങ്കര ഡേഞ്ചറാടാ. കൊല്ലത്ത് ഞങ്ങൾ എന്താണ് പറയുന്നത്, ഞങ്ങളുടെ വീടെന്ന് പറയുമ്പം കൊല്ലം ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങളുടെ കടലിന് തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പം ചീനിക്കറി, അതിൻ്റെ കൂടെ ചാള വറുത്തതും ചാളക്കറിയും അല്ലെ, സോ യമ്മി അല്ലേടാ. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും മമ്മി എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രധാന വിഭവം ഞങ്ങളുടെ കൊല്ലത്ത്. അപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് മീനൊക്കെ ഫ്രഷ് മീനാണ് ഗൈസ്. ലൈക്ക് എന്താ പറയുക, നമുക്ക് അതിനൊന്നും നല്ല ഫിഷ് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ഇപ്പോൾ ഞങ്ങൾ കെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രാൻഡ്രത്ത് വന്നതിന് ശേഷം അങ്ങനെ ഫ്രഷ് മീനൊന്നും ഞങ്ങളുടെ ഈ മുരുക്കുമ്പുഴ ഏരിയയിൽ അങ്ങനെ കിട്ടാറില്ല, വല്ലപ്പോഴും കിട്ടുന്നതേ ഉള്ളൂ. കപ്പയും ചിക്കൻ കറിയും എങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി ഫുഡാവും ചോദിച്ചാൽ, കപ്പ കംപ്ലീറ്റ് കാർബ്സ് ആണ്. അപ്പം എപ്പോഴും നമ്മൾ കാർബ്സ് കഴിക്കുമ്പം കൂടെ നമ്മൾ പ്രോട്ടീൻ കഴിച്ചിരിക്കണം. കാർബ്സ് നമുക്ക് കഴിക്കാം, നമുക്ക് ചോറ് കഴിക്കാം, നമുക്ക് കപ്പ കഴിക്കാം, എല്ലാം കഴിക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിൻ്റെ കൂടെ ബാലൻസ് ചെയ്തിട്ടുള്ള സംഭവമാണ് പ്രോട്ടീനും കാർബ്സും ഇസ് എ ഗുഡ് കോമ്പിനേഷൻ. സോ അതുകൊണ്ടാണ് കപ്പയും ചിക്കൻ കറിയും ഞാൻ ഒരു ഹെൽത്തി ഫുഡാന്ന് പറഞ്ഞത്. സോ ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കണം. ഇതൊരു സ്ട്രെയിനറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി നല്ല വാഷ് ചെയ്യണം. കാരണം മണ്ണിനടി കഴുക്കിളിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്യണം. കാരണം കെമിക്കൽസ് മറ്റേ വളരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യണമെങ്കിൽ ചീനി ആണോ? സോ ഗൈസ് ഇതൊരു പുതിയ അറിവാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും മരുന്ന് അടിക്കത്തില്ലെന്നാണ് നമ്മുടെ ലിച്ച് പറയുന്നത്. നല്ലപോലെ പോഷണം, കാരണം നല്ല ചെളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ. സോ എല്ലാം നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നല്ല വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇടണം. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടി. ഇത് നല്ലതുപോലെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് സെറ്റ് ആവും. നമ്മൾ കുക്കറിൽ വെച്ച് ഇതാക്കേണ്ട കാര്യങ്ങൾ. കുക്കറിൽ സാധാരണ ഞാൻ ചീനി വേവിക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര സ്റ്റാർച്ച് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയതായിരിക്കും വേണമെന്നോ. പക്ഷെ എന്നാലും ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ അപ്പം ഇത് ഒന്ന് സെറ്റ് ചെയ്ത് തരണം. അതിനുള്ളിൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പരിപാടി നോക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ചീനി വേവുന്നുള്ളൂ. പക്ഷേ കെസിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പം ഒരു ചായ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏലക്കൊക്കെ ഇട്ട് ഏലക്ക ചായയാണ് ഉണ്ടാക്കുന്നത് അല്ലേ കെസിയ? അച്ഛനും അതുപോലെയാണ്, നല്ല ചായ ഉണ്ടാക്കും. ഷീ ഈസ് ഓൾസോ എക്സ്പേർട്ട് ഇൻ ഡൂയിങ് ദിസ് ഗൈസ്. ഏലക്കൊക്കെ ഇട്ട് അച്ഛൻ പപ്പ ഇഞ്ചിയൊക്കെ ഇടും അല്ലേടാ? എല്ലാം ഇടും. അപ്പോൾ ഇപ്പം കെസി അതൊന്നും ഇടുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ തുടരുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മുടെ അടുപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളതേ ഒരു കുക്കർ അങ്ങോട്ട് വെക്കും. എൻ്റെ ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് വെക്കുന്നത്. ഞാൻ ഒരുപാട് മസാലാസ് ഒന്നും യൂസ് ചെയ്യാറില്ല. സോ ഇത് എൻ്റെ ഹെൽത്തി വേർഷൻ ഓഫ് ചിക്കൻ കറിയാണ്. സോ എന്തായാലും പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി വെക്കാം.
ചീനി കൊണ്ടുപോയിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചൂടാറിയിട്ടൊന്ന് ചെറുതായിട്ട് ഞെക്കി നോക്കാം. പക്ഷെ ഞാൻ ചുമ്മാ പറയല്ല, കെസിയ വേറെ ഒന്നും ചെയ്യാറില്ലെങ്കിലും എന്താ പറയുക, ചായ അടിപൊളിയായിട്ടുണ്ടാവും. ബാക്കി എടുത്തത് ഇത് കരിഞ്ഞു പോകും. നല്ല മൂത്തിട്ടുണ്ട് മസാല. അപ്പൊ ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഇടും. ചിക്കൻ ലിവർ അമ്മ ഈ ചിക്കനൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരിത്തിരി വെള്ളമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ഗൈസ്. ഈസി വേർഡ്. അറ്റ് ദ സെയിം ടൈം വേണ്ട കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കൂടി ഇളക്കിയിട്ട് നമ്മൾ അടച്ചെന്ന് വെക്കും. ട്യൂഷനോ സമയം ഇടാം, പെട്ടെന്ന് റെഡി ആവേ. അപ്പം നമ്മുടെ ചിക്കൻ കറിയും റെഡി. ഇതൊന്ന് വെന്ത് തരേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മുടെ ഈ കപ്പയുടെ കുറച്ച് മസാല ഇടാനാണ് ബാക്കിയുള്ളത്. മസാല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഗൈസ്. ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി കടുക് വറുത്തിട്ട് അതിനകത്ത് ഇടും. അത്രേ ഉള്ളൂ. അപ്പം കപ്പയും റെഡി. അപ്പം ഇത് രണ്ടും പെട്ടെന്ന് നമ്മൾ സെറ്റാക്കിയിട്ട് കഴിക്കണം ഗൈസ്. ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ്. കാരണം ഞായറാഴ്ച ദിവസങ്ങൾ നമ്മൾ ചേർച്ചിലൊക്കെ പോയിട്ടുണ്ടോ ഭയങ്കര വിശപ്പാണ്. ഒരു ട്രിക്കുണ്ട്, അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ദിസ് ഇസ് എൻ്റെ ട്രിക്ക്. ഇങ്ങനെ തേങ്ങ കഷ്ണം എടുത്തിട്ട് ഇതിലോട്ടുണ്ട്. അപ്പം ഇത് ഞാനിങ്ങനെ കഴുകിയിട്ടില്ല, കാരണം നേരത്തെ ഞാൻ ചിക്കൻ അരച്ച അരപ്പിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് കഴുകേണ്ട കാര്യമില്ല. നമ്മളെന്ത് ചെയ്യും, ഇതിങ്ങനെ ഇളക്കിയിട്ട് കുറച്ചിട്ട്, അപ്പം കുറച്ച് തേങ്ങ വേണം. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, അത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇതിനാ ചീനി കറിക്ക് വേണ്ടത്. അപ്പം തേങ്ങ ഇടാതെയും വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം കുറച്ച് തേങ്ങ ചേർക്കണം, അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അടി അടിക്കുമ്പോഴത്തേക്കും തേങ്ങ ചിരകിയതുപോലെ തന്നെ വരും. ഇതിലോട്ട് ഒരു 2 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒഴിക്കാം. ജീരകം ഇടാൻ മറന്നുപോയി, അപ്പം ഞാൻ കുറച്ച് ജീരകം ഇടുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ തേങ്ങ തിരികിയതുപോലെ തന്നെ വരും. സോ ദിസ് ഇസ് മൈ വേ ഓഫ് സേവിങ് മൈ ടൈം. അടിപൊളി, എല്ലാം കൂടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പിന്നെ എന്താ പറയുക, ചീനിയിലോട്ട് ചേർത്താൽ മതി. സോ ലെറ്റ്സ് ഡു ദിസ്. സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കപ്പയാണ്. അപ്പം ചട്ടി വെച്ചു. ചട്ടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിനകത്തോട്ട് കുറച്ച് കടുകിടും. കറിവേപ്പില ആക്ച്വലി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇപ്പോൾ കറിവേപ്പില ഇടാനായിട്ടൊരു ചാൻസ് ഇല്ല. പക്ഷേ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റ് ഫ്ലേവർ ആയിരിക്കും ഗൈസ്. കറിവേപ്പിലയൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് അടിപൊളി. പക്ഷേ ഇപ്പം കറിവേപ്പില തിരക്കി ഞാൻ എവിടെ പോകും, ഇവിടെ ഇല്ല കറിവേപ്പില. സോ എണ്ണ തിളച്ച് എണ്ണ ചൂടായിട്ട് കടുകിടണം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, കപ്പിടും. ഇത് ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ, ഒരു തവി ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കുഴയ്ക്കാം. സോ അതുകൊണ്ട് കടുക് പൊട്ടി ഇനിയിപ്പം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇടണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മറ്റേ നമ്മൾ മസാല ഉണ്ടാക്കത്തില്ലേ അതിൻ്റെ കൂടെ ഇടാം. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്. നല്ലതുപോലെ ഇടിച്ച് പതിപ്പിക്കണം. ഇടിച്ച് പതിപ്പിക്കണം. അല്ല പതിപ്പിക്കണമെന്ന് വെച്ചാൽ ഇടിച്ച് കുഴക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഈ മസാലയും കൂടി ഇങ്ങനെ ഇടും. മസാലയല്ല, തേങ്ങ അരച്ചത് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ആക്ച്വലി ബ്രഞ്ചാണ് കഴിക്കാൻ പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, ലഞ്ചിനും ഓൾമോസ്റ്റ് സമയമായി. അപ്പം നമ്മൾ ബ്രഞ്ച്. കുറച്ചൊരു വലിയ ചട്ടി വേണം. എൻ്റെ കയ്യിൽ ഇപ്പം ചട്ടി വലുതില്ല, ഇതേ ഉള്ളൂ.
ചട്ടിക്കകത്തൊക്കെ ഒരു ഈ കപ്പയൊക്കെ വെക്കുമ്പോഴാണ് ഒരു വൈബ്. അതാണ് ഞാൻ ഈ ചട്ടി എടുത്തത്. എൻ്റെ ദൈവമേ, നമ്മുടെ കപ്പ സെറ്റായി. ഇത് ചിക്കൻ കറി റെഡിയായി. ഇനിയിപ്പോൾ കഴിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് എടുക്കാം. ചിക്കൻ കറി റെഡിയായി. ഇത് ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഇതിൽ വ്യത്യാസം മസാല കുറച്ച് ചേർത്തെന്ന് പറഞ്ഞിട്ട് ഇതിലൊരു വ്യത്യാസവും ഇല്ല. ഇറ്റ്സ് സോ യമ്മി, ഇറ്റ് ലുക്ക് സോ യമ്മി. അപ്പം ഗൈസ്, അപ്പം ഇനി നമുക്ക് കഴിക്കുന്ന സമയമാണ് ഗൈസ്. ഐ ആം സോ ഹാപ്പി, ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇത്രയും നല്ല ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഗൈസ്. എൻ്റെ മമ്മി എന്നെ കുക്കിംഗ് എല്ലാം പഠിപ്പിച്ചല്ലോ കേട്ടോ. പഠിപ്പിച്ചതല്ല, ഞാൻ കണ്ടുപിടിച്ചതാണ്. സോ ടാ അടിപൊളി. സെറ്റാണോ? നീ ആദ്യമായിട്ടല്ലേ ലിച്ചു ഇത് കഴിക്കുന്നത്? ചിക്കനും കപ്പയും കൂടി ചീനിയും കൂടി കഴിക്കുന്ന അല്ലേ? കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങൾ കൊല്ലത്ത് ചീനിക്കറിയും മീൻകറിയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ കോമ്പിനേഷൻ. എങ്ങനെയുണ്ട് കസിയ? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടല്ലേ ഇയാളും കഴിക്കുന്നത് ഇങ്ങനെ? ഗൈസ് ചുമ്മാ അല്ല, അടിപൊളിയാ. എല്ലാവരും വീട്ടിൽ എന്താ ചീനിക്കറിയും ചിക്കൻ കറിയും ട്രൈ ചെയ്തു. ചീനിക്കറി റൈറ്റ്? No, left. Just left. This is chini curry, not chini curry left. കൂടാണ് പിന്നെ റൈറ്റ് എന്ന് പറഞ്ഞു ഗൈസ്. അപ്പം എല്ലാവരും വീട്ടിൽ ചീനി പുഴുക്കും ചിക്കൻ കറിയും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പൊളിയായി അല്ലേടാ? അല്ലേ? അപ്പോൾ ഗൈസ്, സീ യു ടുമോറോ. ബൈ.